ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ക്ലോത്ത് ബൈ റോസ്. അപ്പോൾ ഇന്നൊരു റെഡ് കളറിൽ വരുന്ന പാനൽ കട്ട് അനാർക്കലിയുടെ ഒരു സ്റ്റിച്ചിങ് ട്യൂട്ടോറിയൽ വീഡിയോ ആണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ യോക്കിനായിട്ട് എൻ്റെ കയ്യിലൊരു ക്രോപ്പ് ടോപ്പ് ഉണ്ടായിരുന്നു, അതാണ് യൂസ് ചെയ്തത്. സാധാരണ ഒരു പ്രിൻസസ് കോട്ട് ടോപ്പാണ്. അപ്പോൾ ഇതിൻ്റെ അടിഭാഗം ഈ സിബൊക്കെ എനിക്കൊന്ന് റിമൂവ് ചെയ്യണം. അതിന് ശേഷമാണ് നമുക്ക് ഈ പാനൽസൊക്കെ നമുക്ക് അറ്റാച്ച് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ അടിയിലോട്ട് പാനൽസിനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു കളറിലുള്ള ഒരു ജോർജറ്റാണ് എടുത്തേണ്ടത്. 5.5 മീറ്റർ ഞാൻ മേടിച്ചിട്ടുണ്ട്. അതിൻ്റെ ക്രേപ്പ് ലൈനിങ് 3.5 മീറ്റർ എടുത്തിട്ടുണ്ട്. അത് കൂടാതെ ഈ ഒരു ലേസും കൂടി എടുത്തിട്ടുണ്ട്. അടിയിലും ആ ഒരു പാനൽ കട്ടിൻ്റെ അടിഭാഗത്തും നമ്മുടെ ഷോളിൻ്റെ സൈഡിലും വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ക്രോപ്പ് ടോപ്പിൻ്റെ ആ യോക്കിൻ്റെ റൗണ്ട് ഉണ്ടല്ലോ, അത് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് അളന്നെടുക്കുക. അപ്പോൾ ബോഡി മെഷർമെൻറ്റിൽ നിന്നാണ് എടുക്കണമെങ്കിൽ നിങ്ങളുടെ യോക്കിൻ്റെ ലെങ്ത്തിൻ്റെ റൗണ്ട് എടുക്കുക. അപ്പോൾ ഇത് എനിക്ക് വന്നേണത് 30.5 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ പാനൽസിൻ്റെ എണ്ണം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഓരോരുത്തരുടെ അളവനുസരിച്ചാണ് പാനൽസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിടുന്നത്. അപ്പോൾ വേസ്റ്റിൻ്റെ റൗണ്ട് എനിക്ക് 30.5 ഇഞ്ചാണ് വന്നത്. അതിൻ്റെ കൂടെ ഞാനൊരു 1.5 ഇഞ്ചും കൂടി കൂട്ടിയിട്ടിട്ടുണ്ട് സീം അലവൻസിനായിട്ട്. സിബ് ബാക്കിൽ വരുമല്ലോ. അപ്പോൾ നമുക്ക് ഈ ഡബിളക്കം വരുന്ന ഒരു അക്കാണെങ്കിൽ നമുക്ക് പാനൽസ് കൃത്യമായിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്ക് വന്നത് 32 ഇഞ്ചാണ്. അപ്പോൾ ഞാൻ ഈ പാനൽസിൻ്റെ മുകൾ ഭാഗം 2 ഇഞ്ച് വീതിയിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ 32നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ 16 ഇഞ്ച് വരും കേട്ടോ. നിങ്ങൾക്കിപ്പോൾ ഒരു വേസ്റ്റ് റൗണ്ട് 40 ഇഞ്ചാണ് വരണമെങ്കിൽ 40നെ 2 കൊണ്ട് ഹരിക്കുക. അപ്പോൾ 20 ഇഞ്ച് പാനൽസ് വരും, 20 എണ്ണം പാനൽസ് വരും. അപ്പോൾ അതുപോലെ ഈ ഒരു ഡബിളക്കം വരുന്ന രീതിയിൽ നമ്മൾ ചെയ്യാൻ നോക്കുക. ഇല്ല ഒറ്റക്കാണ് വരുന്നതെങ്കിൽ 3 ഇഞ്ച് നമ്മൾ പാനൽസ് കൊടുത്തിട്ട് ചെയ്യാം. അപ്പോൾ എനിക്ക് 16 ഇഞ്ചാണ് വന്നേണത്. അപ്പോൾ ഞാനതിനെ ഫ്രണ്ടിൽ 8 എണ്ണവും ബാക്കിൽ 8 എണ്ണം എന്നുള്ള രീതിയിലാക്കിയിട്ടുണ്ട്. അപ്പോൾ പാനൽസ് നമുക്ക് ഇതുപോലെയാണ് വരിക. അപ്പോൾ മുകളിൽ 2 ഇഞ്ചായിരിക്കും പാനലിൻ്റെ വിഡ്ത്ത് വരുന്നത്. താഴെ ഞാൻ 10 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ മെറ്റീരിയലിൻ്റെ ഒരു അളവനുസരിച്ച് മിനിമം 8 ഇഞ്ചെങ്കിലും ഫ്ലെയർ കൊടുക്കണം ഒരു പാനലിന്. അപ്പോൾ 10 ഇഞ്ചിലും ചെയ്യാം, 12 ഇഞ്ചിലും വേണമെങ്കിൽ ചെയ്യാം കേട്ടോ, അത് നിങ്ങളുടെ മെറ്റീരിയൽ അനുസരിച്ച്. അപ്പോൾ ഇത് നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ, അതായത് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടാണ് ഈക്വലി നമ്മൾ കട്ട് ചെയ്യുക. അപ്പോൾ 1 ഇഞ്ച് ഫോൾഡിങ്ങും താഴെ ഒരു 5 ഇഞ്ചും വരും. അപ്പോൾ അത് നിവർത്തിയിടുമ്പോൾ നമ്മുടെ 2 ഇഞ്ചും 10 ഇഞ്ചും എന്നുള്ളൊരു കണക്ക് വരും കേട്ടോ. അപ്പോൾ ഇതുപോലെ മാർക്ക് ചെയ്തതിന് ശേഷം 1/2 ഇഞ്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്യാനുള്ള സീം എലമെൻസും കൂടിയും വിടണം. ഇനി നമുക്ക് ഫുൾ ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഫുൾ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് 46 ഇഞ്ചാണ് എൻ്റെ ഫുൾ ലെങ്ത്തിൻ്റെ ഒരു അളവ് വരുന്നത്. അപ്പോൾ ഈ ക്രോപ്പ് ടോപ്പിന് ഓൾറെഡി 13 ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട്. അപ്പോൾ 46ൽ നിന്ന് 13 ഇഞ്ച് കുറച്ച് കഴിഞ്ഞാൽ 33 ഇഞ്ചാണ് നമ്മളുടെ ഈ ഒരു പാനലിൻ്റെ ലെങ്ത്ത് വരുന്നത്. നിങ്ങളുടെ ഫുൾ ലെങ്ത് അനുസരിച്ച് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും കൂട്ടിയിടാം. ഇപ്പോൾ യോക്കിൻ്റെ ലെങ്ത്ത് റിഡ്യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു പാനലിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിച്ചാണത്. ഇപ്പോൾ യോക്ക് നിങ്ങൾ ഈ സെയിം മെറ്റീരിയലിൽ അടിച്ച് ചേർക്കുകയാണെങ്കിൽ അത് സെപ്പറേറ്റ് നമ്മൾ കട്ട് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ പ്രിൻസസ് കട്ടിലാണ് നമ്മൾ ചെയ്യണതെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ മുമ്പേ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഓൾറെഡി എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ക്രോപ്പ് ടോപ്പ് കൊണ്ട് ഞാനൊന്ന് അനാർക്കലി ചെയ്തെന്നുള്ളൂ. അപ്പോൾ സെപ്പറേറ്റ് യോക്ക് അടിക്കുന്നവർക്ക് നമ്മുടെ പ്രിൻസസ് കട്ട് എങ്ങനെയാണ് കട്ട് ചെയ്യണതെന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു റഫായിട്ടുള്ളൊരു സാധാരണ ഒരു കോട്ടൺ തുണിയിലാണ് നമ്മളൊന്ന് റഫായിട്ട് അതിൻ്റെ പാറ്റേൺ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് മുകളിൽ ഞാൻ 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഫോൾഡിങ് ചെയ്തിട്ടാണ് 1 ഇഞ്ച് മാർക്ക് ചെയ്തത്. അപ്പോൾ അത് നിവർത്തി ഇടുമ്പോൾ 2 ഇഞ്ച് ആയിക്കോളും. അതിനുശേഷം 33 ഇഞ്ച് ഞാൻ ലെങ്ത് അടയാളപ്പെടുത്തിയിട്ടുണ്ട്, ഫോൾഡ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിഭാഗത്തെ ഫ്ലെയർ 5 ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്തത്. അപ്പോൾ നമ്മളിത് നിവർത്തി ഇടുമ്പോൾ അത് 10 ഇഞ്ച് ആയിക്കോളും. അതിനുശേഷം ഈ 2 ഇഞ്ചിൽ നിന്ന് നമ്മളുടെ 33 ഇഞ്ച് ലെങ്ത് ഉണ്ടല്ലോ, അവിടേക്ക് നമ്മളൊരു നേരെ ഒരു വര വരച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 ഇഞ്ച് നമ്മൾ സീം അലവൻസും കൂടിയും നമ്മൾ വിട്ടു കൊടുത്തിട്ടുണ്ട്. സ്റ്റിച്ചിങ് അലവൻസ് ആണ് നമ്മൾ കൊടുത്തേണ്ടത്. അതിനുശേഷം ഈ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഈ ഒരു പീസ് നിവർത്തിയിട്ട് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ആ ഒരു മെഷർമെൻറ്റിൽ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ വരും. അപ്പോൾ സെൻറ്ററിൽ നമ്മൾ അയൺ ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു ചുളുക്കുണ്ടല്ലോ അതൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുക. കാരണം ഇങ്ങനെ നിവർത്തി വെച്ചിട്ടാണ് നമ്മൾ പാനൽസ് കട്ട് ചെയ്യണത്. ശേഷം നമ്മളുടെ മെറ്റീരിയൽ ഇതുപോലെ നമ്മൾ ആദ്യം നമ്മൾ ഈ ഒരു പീസ് വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. പാനൽസ് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരെണ്ണം ഈ ഒരു ദിശയിലിട്ട് കഴിഞ്ഞാൽ അടുത്ത പാനൽ കട്ട് ചെയ്യുമ്പോൾ ഈ സെയിം ദിശയിലിട്ടിട്ടല്ല തിരിച്ച്
തല നമ്മൾ തിരിച്ചിട്ടിട്ട് വേണം നമ്മൾ ചെയ്തെടുക്കാൻ. ഇപ്പോൾ ഇതേ രണ്ടാമത്തെ പാനൽ ഞാൻ ഇതുപോലെ തിരിച്ചിട്ടിട്ടാണ് നമ്മൾ ഇതൊന്ന് കട്ട് ചെയ്തെടുത്തേണ്ടത്. കാരണം നമ്മുടെ മെറ്റീരിയൽ നമുക്ക് കൃത്യമായിട്ട് തന്നെ കട്ട് ചെയ്ത് വരാനും മെറ്റീരിയൽ ആവശ്യമില്ലാതെ കട്ട് ചെയ്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ നമ്മൾക്ക് ചെയ്യണത് കേട്ടോ. ഇതിപ്പോൾ രണ്ടാമത്തെ പാനലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ മൂന്നാമത്തെ ഇടുമ്പോൾ നമ്മൾ സാധാരണ ഫസ്റ്റ് പാനലിട്ട ദിശയിൽ തന്നെ ഇട്ടിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ നമുക്ക് ഈ ഒരു മെറ്റീരിയലിൻ്റെ വിഡ്ത്ത് അനുസരിച്ച് 10 ഇഞ്ചാണ് നമ്മൾ അടിയിൽ ഫ്ലയർ കൊടുക്കണമെങ്കിൽ ഈ ഒരു മീറ്ററിൽ നിന്ന് നമുക്കൊരു 4 പാനൽസാണ് കിട്ടുക കേട്ടോ. ഇപ്പോൾ അടിയിലെ ഫ്ലയർ കുറയ്ക്കണതനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ 5 എണ്ണം ഒപ്പിക്കാം, ഇല്ലെങ്കിൽ 4 എണ്ണം തന്നെ കിട്ടുള്ളൂ. അപ്പോൾ പാനൽസ് കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം ഞാൻ അടിയിൽ സിംഗിൾ അമ്പർലയിലാണ് നമ്മളിതിൻ്റെ ലൈനിങ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനതൊന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്, 2ആയിട്ടാണ് ഫോൾഡ് ചെയ്തത്. അതിനുശേഷം 11 ഇഞ്ചിലാണ് ഇതിൻ്റെ ഈ റൗണ്ട് കൊടുത്തത്. ശേഷം നമ്മളുടെ ഈ അടിഭാഗത്തെ ഒരു ലെങ്ത് ഉണ്ടല്ലോ, അത് ഞാൻ 33 ഇഞ്ചിൽ തന്നെ റൗണ്ട് ചെയ്തിട്ട് നമ്മൾ ഈ അമ്പർല ഞാൻ ഇതിന് മുമ്പ് ഒത്തിരി തവണ കട്ട് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ സ്പീഡിൽ പറഞ്ഞു പോകുന്നത്. സാധാരണ സിംഗിൾ അമ്പർല കട്ട് ചെയ്യണ പോലെ തന്നെ നമ്മൾ ആ മുകളിൽ കട്ട് ചെയ്ത ഭാഗത്ത് നിന്ന് 33 ഇഞ്ച് ലെങ്ത് മാർക്ക് ചെയ്തിട്ട് അത് റൗണ്ട് ചെയ്തെടുക്കുക. അതിനുശേഷം അത് കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിലെ ഭാഗം കൂടി നമ്മൾ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ലൈനിങ്ങിൻ്റെ കട്ടിങ് തീർന്നു കേട്ടോ. അപ്പോൾ ടോട്ടൽ നമ്മൾ 16 പാനൽസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, നമ്മുടെ സീം അലവൻസും കൂടി കൂട്ടിയിട്ടാണ്. അപ്പോൾ ഓരോ പാനൽസ് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. നല്ല വശത്തിനോട് നല്ല വശം വെച്ചിട്ട് നമ്മൾ വിട്ടേണ്ട സീം അലവൻസ് 1/2 ഇഞ്ചാണ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. 1/2 ഇഞ്ചിൽ കൂടെ നമ്മൾ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. 2 സ്റ്റിച്ച് ഡബിൾ സ്റ്റിച്ച് ഇടാനായിട്ട് മറക്കരുത്, അല്ലെങ്കിൽ നമുക്കിപ്പോൾ നമ്മുടെ ഈ സ്റ്റിച്ചിങ്ങിൻ്റെ കാണിയൊക്കെ കൂടിപ്പോയി കഴിഞ്ഞാൽ വിട്ടു പോരാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഓവർലോക്ക് ചെയ്യുമ്പോൾ സെയിം കളർ ഇട്ട് ഓവർലോക്ക് ചെയ്യണതായിരിക്കും ബെറ്റർ. കാരണം ഇങ്ങനത്തെ പാനൽസൊക്കെ ആകുമ്പോൾ, പ്രത്യേകിച്ച് ജോർജറ്റൊക്കെ ആകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ വൈറ്റ് നൂലിട്ടിട്ടാണ് നമ്മൾ ഓവർലോക്ക് ചെയ്യണതെങ്കിൽ അത് കാണാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഓവർലോക്ക് ചെയ്തില്ലെങ്കിലും പ്രശ്നമില്ല, നന്നായി നൂല് വിട്ടു പോരണ മെറ്റീരിയൽസൊക്കെ ആണെങ്കിൽ മാത്രം ഓവർലോക്ക് ചെയ്താൽ മതി. അത് സെയിം കളർ ഇട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ അതിനോട് മാച്ചായിട്ടുള്ള ഒരു നൂലെടുത്ത് ചെയ്യണതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ 16 പാനൽസും ഞാൻ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ശേഷം നമ്മൾ നല്ല രീതിയിൽ അയൺ ചെയ്യുക. അയൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സ്റ്റിച്ച് ചെയ്താണ് ഈ സീം എലമെൻസൊക്കെ ഒരേ ദിശയിൽ വരാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ, ഇല്ലെങ്കിൽ നമുക്കത് വിസിബിൾ ആവും നമ്മൾ ഇട്ട് കഴിയുമ്പോൾ. അതിന് ശേഷം, അതായത് നമ്മുടെ റോങ് സൈഡാണ് ആദ്യം നമ്മൾ നല്ല രീതിയിൽ അയൺ ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം റൈറ്റ് സൈഡും കൂടി നന്നായി പ്രസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചാണ് നമ്മുടെ ലൈനിങ് ഉണ്ടല്ലോ, അത് മുകൾ ഭാഗത്ത് നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. ശേഷം ഞാൻ നമ്മളുടെ ഈ ക്രോപ്പ് ടോപ്പിൻ്റെ സിബും ആ ഒരു അടിഭാഗവും ഞാൻ റിമൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം ഞാനത് ക്രോപ്പ് ടോപ്പായിട്ടാണ് ചെയ്തത്. അപ്പോൾ സിബ് വെച്ചത് തല തിരിച്ചായിരുന്നു. അപ്പോൾ നമുക്ക് ഈ അനാർക്കലിയൊക്കെ ആകുമ്പോൾ നമ്മൾ മുകളിലോട്ട് വരുന്ന രീതിയിൽ വേണം നമ്മൾ സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ഞാൻ അതൊന്ന് റിമൂവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അടിഭാഗത്ത് മടക്കിയടിച്ചതും റിമൂവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ശേഷം യോക്ക് പോർഷനിൽ ഞാൻ ഈ നമ്മൾ അറ്റാച്ച് ചെയ്ത പാനൽസ് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. ഞാനിപ്പോൾ ഇതിൽ എക്സ്ട്രാ സെപ്പറേറ്റ് നമ്മൾക്ക് യോക്ക് വരുന്ന ടൈപ്പിലുള്ള പാനൽസാണ് ചെയ്തത്. അപ്പോൾ വേറൊരു ദിവസം ഞാൻ എന്തായാലും നമ്മൾ യോക്കും കൂടിയും കട്ട് ചെയ്ത് വരുന്ന തരത്തിലുള്ള പാനൽ കട്ട് ചുരിദാർ ചെയ്യാം. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ പഴയ ഒരു ക്രോപ്പ് ടോപ്പൊക്കെ ഉണ്ടെങ്കിൽ അതിന് വേറൊരു ലുക്ക് ആക്കണം എന്നുള്ളവർക്കൊക്കെ ഉപകാരപ്പെടുന്ന ടൈപ്പ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ യോക്കിനോടൊപ്പം തന്നെ അടിഭാഗം നമ്മൾ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ശേഷം നമ്മൾ കൺസീൽഡ് സിബ്ബാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ സിബ്ബ് വെക്കുന്നത് ആർക്കെങ്കിലും പുതുതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ആർക്കെങ്കിലും സിബ്ബ് വെക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ നമ്മളൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് കൺസീൽഡ് സിബ്ബ് എങ്ങനെയാണ് ശരിക്കും വെക്കണേന്നുള്ളത് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇപ്പോൾ കാണുന്നവർക്ക് വല്ല കൺഫ്യൂഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആ ഒരു ഷോർട്ട് വീഡിയോ എടുത്ത് നോക്കിയാൽ മതി. അപ്പോൾ അതിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് തന്നെ മനസ്സിലാവും കേട്ടോ. കൺസീലർ സിബ് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ഈ ഒരു പാനൽസിൻ്റെ ഒരു 5 ഇഞ്ചോളം താഴെ ഇറക്കിയിട്ട് നമ്മൾ ഇതൊന്ന് വെച്ച് കൊടുക്കണം കേട്ടോ. കാരണം നമ്മളുടെ നല്ല ബോഡി ഫിറ്റാണ് വരുന്നത്. അപ്പോൾ ഇടുമ്പോൾ ടൈറ്റ് ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിനുശേഷം നമ്മളുടെ ഇപ്പുറത്തെ സൈഡും കൂടി നമ്മൾ സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
സിബ് അപ്പോൾ ഒരു 18 ഇഞ്ചോളം ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മുകളിൽ നിന്ന് ഷോൾഡറിൽ നിന്ന് 18 ഇഞ്ചോളം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളത് തിരിച്ചിടുക. ശേഷം നമ്മൾ ഈ ലൈനിങ്ങും മെയിൻ മെറ്റീരിയലും കൂടിയിട്ട് കൂട്ടിയടിച്ച് വിടണം കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബാക്കിൽ നമ്മുടെ ഈ ജോർജറ്റ് ലൈനിങ്ങും സെപ്പറേറ്റ് ആണ് അടിക്കണത്. അപ്പോൾ സിബിൻ്റെ കുറച്ച് പോർഷൻ നമ്മൾ കൂട്ടി യോജിപ്പിച്ചിടുക. അതിനുശേഷം നമ്മളുടെ ജോർജറ്റും ലൈനിങ്ങും കൂടി സെപ്പറേറ്റ് ചെയ്ത് അടിക്കുകയാണ് ചെയ്യണത്. ഇനി മെയിൻ മെറ്റീരിയലിൻ്റെയും ലൈനിങ്ങിൻ്റെയും അടിഭാഗം ഒന്ന് മടക്കി അടിക്കുക. അതിനുശേഷമാണ് നമ്മൾ ലേസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. ലേസിൻ്റെ 2 വശത്തും അറ്റാച്ച് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ചിലവർ നമ്മൾ സെൻറ്ററിൽ മാത്രം അറ്റാച്ച് ചെയ്ത് വിടും. ഇപ്പോൾ സ്റ്റിച്ചിങ് സെൻറ്റർ മാത്രം മതി എന്ന് വിചാരിച്ചിട്ട് അറ്റാച്ച് ചെയ്ത് വിടും. അത് പക്ഷേ പെർഫെക്ഷൻ ഉണ്ടാവില്ല. 2 അരികും നമ്മൾ പ്രസ് ചെയ്തിട്ട് അടിക്കണതായിരിക്കും ഏറ്റവും ബെറ്റർ. ഈ ഒരു അനാർക്കലിക്ക് വേണ്ടിയിട്ട് പെയർ ചെയ്യാനായിട്ട് ഷോൾ എൻ്റെ കയ്യിൽ ഓൾറെഡി ഉള്ളൊരു ഷോളായിരുന്നു. അപ്പോൾ അതിൻ്റെ സൈഡിൽ ഞാനൊരു 1/2 ഇഞ്ചിൽ ഞാനൊരു റെഡ് മെറ്റീരിയലും കൂടി നമ്മൾ വെച്ചടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു 1/2 ഇഞ്ചിലെ മെറ്റീരിയൽ വിട്ടിട്ടാണ് ഞാൻ ഈ ഒരു ലേസും കൂടി അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ കൃത്യത്തിൽ തന്നെ മാച്ച് ചെയ്ത് പോണ ടൈപ്പിലുള്ള ഒരു ഷോളും കൂടി നമുക്ക് ക്രിയേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഷോളൊക്കെ നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് വരുന്നത് ഇതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്